ഈശ്വര, ഇയാളെന്താ? അമ്പിളി ചേച്ചി, ചേച്ചി, അമ്പിളി ചേച്ചി, ചേച്ചി, ചേച്ചി എന്താ ചിരു? എന്തു പറ്റി? അല്ല നീ എന്താ പേടിച്ച പോലെ? ചേച്ചി അവൻ വന്നിട്ടുണ്ട്. ആരാ? ചേച്ചി വണ്ടിയിലെ സ്വർണം വെച്ചില്ലേ, അതില്. ഈശ്വര, അവൻ ഇവിടെ വന്നോ? എന്താ ചിരു അവന് വേണ്ടത്? ആർക്കറിയാം, ഞാനൊന്നും സംസാരിച്ചില്ല. കണ്ടപാട് ഇങ്ങോട്ട് ഓടി വന്നു. ഈശ്വര, ലച്ചുമോൾ അവിടെയാണല്ലോ. മോളിത് കഴിച്ചു. നല്ല ചോക്ലേറ്റാ. അങ്കിള് മോൾക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നാ. ലച്ചു, കഴിക്കും മോളെ. ചേച്ചി മോള് പേടിക്കണ്ട, എനിക്കും ഇതുപോലെ തന്നെ ഒരു മോളുണ്ട്. അതുകൊണ്ട് മോൾക്ക് എന്നെ വേഗം മനസ്സിലാക്കാൻ പറ്റി. അല്ലെങ്കിലും മിഠായി കൊടുത്ത് കുഞ്ഞുങ്ങളെ മയക്കാൻ എളുപ്പോ? ഇതൊന്നും എന്റെ മോൾക്ക് വേണ്ട. എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി, പരിചയമില്ലാത്ത ആരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ചു കഴിക്കരുതെന്ന്. പോത്ത് കുട്ടികളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ കഷ്ടം കേട്ടോ. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടേ അത് പറഞ്ഞാ പോരെ. നിങ്ങൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരാള് വീട്ടിൽ കയറി വന്ന് കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നത് ശരിയാണോ? സോറി, എനിക്ക് അധികം നേരം നിൽക്കാൻ കഴിയില്ല. അതാ അനുവാദം ചോദിക്കാതെ കയറിയിരുന്നത്. ഒരു വികലാംഗനുള്ള ഇളവ് ഇക്കാര്യത്തിൽ എനിക്ക് തരണം. എന്നെ അറിയില്ലെന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആദിൽ, രഘുവിന്റെ വണ്ടിയിൽ സ്വർണം കടത്തിയ കേസിലെ പ്രതിയാണ്. നിങ്ങളുടെ ഭാവം കണ്ടിട്ട് എന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മാത്രമല്ല, എന്നെ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തെന്നാ എനിക്ക് തോന്നുന്നു. നിങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞത് ഇവിടെ വന്ന് സ്വാതന്ത്ര്യം എടുക്കാൻ മാത്രമുള്ള അറിവ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കില്ലെന്നാ. തിരുവോണത്തിന് രഘുവേട്ടനെ കാണാൻ വന്നതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ ഞങ്ങളോട് പ്രതീക്ഷിച്ചൊന്നുമില്ല. അത് വിട്ടുകളാ. ഞാനൊരു തമാശ പറഞ്ഞു. എനിക്ക് രഘുവിനെ ഒന്ന് കാണണം. രഘുവേട്ടൻ ഇവിടെ ഇല്ല. ടൗണില് അങ്കിളുടെ ബിസിനസ് നോക്കി നടത്താൻ വേണ്ടി പോയിരിക്കാം. ഞാൻ അറിഞ്ഞത് രഘു സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു എന്നാണല്ലോ. അല്ല, ഓണപരിപാടിക്ക് വന്നപ്പോൾ ചില നാട്ടുകാരൊക്കെ അവിടെ പറയുന്നതും കേട്ടു. രഘുവിന് ലോട്ടറി അടിച്ചെന്നോ അതല്ല സ്വർണം കിട്ടിയതാണെന്നൊക്കെ പല പല അഭിപ്രായങ്ങൾ അവിടെ കേട്ടു. അസൂയക്കാർക്ക് അങ്ങനെ പലതും പറയാം. അത് വിശ്വസിച്ച് ഇവിടെ സ്വർണം തിരക്കി വന്നിട്ട് ഒരു കാര്യമില്ല. ഇനി അതിന്റെ പേരില് ഞങ്ങളെ ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്നെ പിടിച്ച് ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, ചതിക്കില്ലേ പെങ്ങളെ. ഞാൻ ഒരു കുഴപ്പത്തിനും വന്നതല്ല. രഘുവിന്റെ വണ്ടിയിൽ ആ സ്വർണം ഞാൻ വെച്ചു എന്നുള്ള സത്യമാ. പക്ഷെ ആ വണ്ടിയിൽ നിന്ന് അത് നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിയെന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. രഘു കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളും അത് തന്നെ പറയുന്നു. ഇനി അനന്തൻ മാഷിന്റെ നാവിൽ നിന്നുകൂടി അത് കേട്ടാ ഞാനങ്ങ് തിരിച്ചു നോക്കണം. മാഷ് എന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ. അഥവാ ഇനി വിടില്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഏതായാലും അദ്ദേഹത്തെ കൂടി കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അച്ഛനിവിടെ ഇല്ല. ഞങ്ങളുടെ ഇളയ അനിയത്തി വിളിച്ചിട്ട് അവളുടെ എന്തോ കാര്യത്തിന് പോയിരിക്കുക. ഇനി നാളെ വരൂ. ശരി, അദ്ദേഹത്തെ ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ക്ഷമിക്കണം. ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുന്ന ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ ഏത് മനുഷ്യനും ആവശ്യക്കാരനായി മാറുമ്പോൾ ഔചിത്യം മറന്നു പോവുമല്ലോ. അതുകൊണ്ട് ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് എനിക്ക് പറയാനാവില്ല. ഒന്നുകിൽ എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരണം, അല്ലെങ്കിൽ എന്റെ ജീവൻ തന്നെ എനിക്ക് നഷ്ടപ്പെടണം. അതുവരെ എനിക്ക് അന്വേഷണം തുടർന്നേ പറ്റൂ.